ഇന്ത്യയിലുടനീളം ഭയങ്കര ചർച്ചയാണ്. ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് ED, SFIO, ഇവരൊക്കെ ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ ആൾക്കാരെ നിയന്ത്രിക്കുന്നു, മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ EDക്കും SFIOക്കൊന്നും പ്രസക്തിയില്ല. ഇവിടെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല കേരളത്തിലെ. കേരളത്തിലിപ്പോൾ പിണറായി വിജയനെ പിടികൂടാനായിട്ട് ED വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല എന്നതിന് ഉത്തരം നൽകേണ്ടത് ആരാണ്? കേരളത്തിലെ BJPക്കാരാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ അഴിമതിയെ ചൂണ്ടിയുമാണ് BJP എല്ലാ പ്രഭാഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി വരെയും വന്നിട്ട് ആ അഴിമതിയെക്കുറിച്ച് സംസാരിച്ചത്, സ്വർണ്ണ അഴിമതി, കള്ളക്കടത്തിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ നമ്മളും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഒരു കള്ളക്കടത്ത് നടത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയെ ED പിടികൂടുന്നില്ല? ED എന്താ അറസ്റ്റ് ചെയ്തത്? മാത്രമല്ല, മുഖ്യമന്ത്രിയാണ് ഈ കത്ത് കൊടുത്ത് ഈ ഏജൻസിയെ വരുത്തുന്നത്. ആണ് എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ആ ഏജൻസി വരണം, ഇത് അന്വേഷിക്കണം, ഇതിന്റെ നിജസ്ഥിതി കൊണ്ടുവരണം. അതെ, അന്ന് പിണറായി വിജയൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് യാതൊരുവിധമായിട്ടുള്ള പങ്കില്ല. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒരു നല്ല കാര്യം. കാരണം ഒരു മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ അദ്ദേഹം തന്നെ കത്ത് കൊടുത്ത് ഏജൻസി വന്നത് NIA വന്നു, കസ്റ്റംസ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു. അപ്പോൾ NIAക്കാർ ഇതിനകത്ത് അവർക്ക് അന്വേഷിക്കേണ്ട വിഷയമില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. കസ്റ്റംസുകാരുടെ അന്വേഷണം എത്രത്തോളം എത്തിയെന്ന് നമുക്കറിയില്ല. അപ്പം ഈ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതി കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ED അതിനകത്ത് ശിവശങ്കരനെയും മറ്റു ചില ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചിലർക്കൊക്കെ ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ പറയുന്നത് ED ഇത്തരത്തിലൊരു സമീപനം എടുക്കുന്നത് പിണറായി വിജയനും ഇവിടുത്തെ BJP, അതായത് സുരേന്ദ്രനും കേന്ദ്രമന്ത്രിയോടുള്ള മുരളീധരനും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്, പരസ്പര അഡ്ജസ്റ്റ്മെന്റ്, പരസ്പര സഹായം രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് അല്ല, അങ്ങനെ പരസ്പര സഹായത്തോടുകൂടി ഒന്നും പ്രവർത്തിക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ കഴിയില്ല എന്നതാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ ഇവരിങ്ങനെ പറയാറുണ്ടെന്നുള്ളത് ശരിയാണ് എല്ലാവരും. അതായത് കോൺഗ്രസ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP CPM ബന്ധത്തെക്കുറിച്ച് സംസാരിക്കും, BJP ആണെങ്കിൽ കോൺഗ്രസ് CPM ബന്ധത്തെക്കുറിച്ച് സംസാരിക്കും. ഇനി CPM എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധമാണ് ഇത്തരം കാര്യങ്ങളുള്ളതെന്ന് പറയും. ഇതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെല്ലാം നേതാക്കൾ എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് സൗഹൃദം പുലർത്തുന്നവരാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇതേ പറഞ്ഞ നേതാക്കൾ വ്യക്തിപരമായിട്ട് സൗഹൃദം പുലർത്തണം. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള അത്രേ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ അതിന്റെ വൈരാഗ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാനതല്ല പറഞ്ഞത്. ഇപ്പം ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറയുന്നത് ഏതാണ്ട് 5 സീറ്റിൽ, ലോക്സഭാ സീറ്റിൽ BJPക്ക് ജയിക്കത്തക്കോണുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിണറായി വിജയൻ ഇത് ഇന്ന് തുടങ്ങിയതല്ല. പിണറായി വിജയൻ ആദ്യം ജയിച്ചത് അതിൻ്റെ 70 ആ സമയങ്ങളിലാണല്ലോ. അന്ന് ജയിച്ചത് RSSകാരൻ്റെ വോട്ടുകൊണ്ടാണ്. ഇത് പഴയ കച്ചവടം പണ്ടേ ഉള്ളതാണ്. ഇവർക്ക് വർഗീയ പാർട്ടികളുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. കാരണം അതിന് ഉദാഹരണം പറയുന്നത്, നേരത്തെ EMS ഇരുന്നപ്പം മുസ്ലിം ലീഗുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും മുസ്ലിം ലീഗുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പുറയിൽ നടക്കുന്ന, നാടിൻ്റെ പുറയിൽ നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. വളരെ മോശമായിട്ട് മനസ്സിലായി ഇതേ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പോൾ ഇത് കാണിച്ചാണ് അടുത്ത ഈ ലോക്സഭാ ഇലക്ഷന് പ്രതിപക്ഷം മുന്നേറുന്നത്. ഞങ്ങൾ വർഗീയവാദികളല്ല, മറ്റേ വർഗീയ കൂട്ടുകെട്ടാണ്, BJPയായിട്ട് രഹസ്യധാരണയാണ്, അതുകൊണ്ടാണ് കള്ളനായിട്ടുള്ള പിണറായി വിജയനെ പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇത് പോകുന്നത്. അല്ലെ, ഇതെല്ലാം രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞു രാഷ്ട്രീയ പ്രസ്താവനകൾക്ക് അപ്പുറത്ത് ഇതിന് യാതൊരുവിധമായിട്ടുള്ള ഡയമെൻഷൻ ഇല്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള വലിയ വാചാടോപങ്ങളെന്ന് പറയുന്നത് ഇല്ലാതാകുകയാണ്. എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇതിനകത്തുള്ളത്? ആകെ പറച്ചിൽ മാത്രമാണുള്ളത്. പൊതുസമൂഹം ആഗ്രഹിക്കുന്ന എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് ED പിടിക്കുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതിന് എതിരായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല? അതാണ് സാധാരണക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അതിനൊരു ഉത്തരം നൽകേണ്ടത്, ഒന്നില്ലെങ്കിൽ പിണറായി വിജയന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, അതല്ല എങ്കിൽ ഈ ആരോപണം ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് EDക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോ പ്രസ്താവിക്കേണ്ടതാണ്. ഇത് രണ്ടും പ്രസ്താവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല. അതിനകത്ത് വേറെ കാര്യം സാറേ, ഇത് എന്തിനാ പ്രസ്താവിക്കുന്നത്? ഇവർ പറയുന്നതാണല്ലോ ഈ പിണറായി വിജയന് ബന്ധമുണ്ടെന്ന്. ED പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ED അതിനെ പ്രതികരണം ഇല്ല. അപ്പം EDക്ക് ആ ഒരു ബാധ്യതയൊന്നുമില്ല. ഇപ്പം
അപ്പം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഇ ഡി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കേസാണ്. അതിനകത്ത് സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് നിന്നുള്ള അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരു അരവിന്ദാക്ഷനെ മാത്രം അറസ്റ്റ് ചെയ്തു. അരവിന്ദാക്ഷനെ പിന്നെ വ്യക്തമായ തെളിവുണ്ട്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവർക്ക് ജാമ്യം കിട്ടുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്യേണ്ടവരെ, അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇ ഡിയുടെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഏജൻസിയുടെ കൂട്ടല്ല, മൊത്തം കുറ്റം അയാളെ പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ കോടതി പോയാലും രക്ഷപ്പെടത്തില്ല കുറ്റം. അപ്പോൾ അത്തരത്തിൽ വരണം. ഈ സമയത്താണ് അത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നവരെല്ലാം കുറ്റക്കാരാണ്. ആരോപണ വിധേയരല്ലാത്തതുകൊണ്ടാണ് പിണറായി വിജയനും അല്ലെങ്കിൽ CPM നേതാക്കന്മാരും ഇവർ ഈ പറയുന്നവരൊക്കെ കുറ്റക്കാരല്ലാതാവുന്നത്. ഈ കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പെങ്ങളുടെ ഭർത്താവിനെ ചിദംബരത്തെ ഇവരെയൊക്കെ ഇ ഡി അറസ്റ്റ് ചെയ്തല്ലോ. അതിൻ്റെ അതിനെക്കാട്ടിൽ കൂടിയ ആൾക്കാരാണ് പിണറായി. അപ്പം അതല്ല, ഈ ഉള്ളതിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യും. അപ്പം തെളിവുകളില്ലാത്തയും രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിൽ പിണറായി വിജയനെയും CPM കരിവാരി തേക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ BJP അല്ലെങ്കിൽ ഒരു അലിഗേഷൻ, അത്തരത്തിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം, അതൊരു ശരിയായ അല്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ക്രെഡിബിളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് അവരിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് തുടർന്നു പോകാനായിട്ട് കഴിയുകയുള്ളൂ. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്ത് ആരോപണവും ഉന്നയിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയേണ്ടതാണ്. പിണറായി വിജയൻ ഇങ്ങനെ നിരന്തരമായിട്ട് ശത്രുതാപക്ഷത്ത് നിൽക്കപ്പെടുകയും അതേപോലെ നിരന്തരം നിരവധി ആരോപണങ്ങൾക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്തിട്ടും അദ്ദേഹത്തെ ഇ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇ ഡിയുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടി SFIO വരുന്നു എന്ന് പറയുന്നു. അതും എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമുക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന ഒരു കാര്യം എന്താണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ജോലിയും ചെയ്യാതെ കുറേ പണം ആ കമ്പനിയിൽ നിന്ന് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ജോലി ചെയ്യാതെ നിങ്ങൾ പണം പറ്റുന്നുണ്ടെങ്കിൽ അത് അഴിമതി പണമാണ് എന്ന് തന്നെയാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്ന രീതിയില്ല. അപ്പോൾ അതിനകത്തൊന്നും SFIക്ക് അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. SFIക്ക് അറസ്റ്റ് സാറേ ഇപ്പം ഇദ്ദേഹം കുറേ പൈസ എനിക്ക് തരുന്നു, ഇദ്ദേഹത്തിന് സൗജന്യമായിട്ട് എനിക്ക് തരുന്നതിനകത്ത് ടാക്സ് അടച്ചിട്ടുള്ളതും സുതാര്യതയുള്ളതുമാണെങ്കിൽ അതിനകത്ത് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് SFIക്കകത്ത് കേസെടുക്കാൻ പറ്റില്ല, അതിന് വകുപ്പില്ല. SFIO കേസെടുക്കണമെങ്കിൽ ഇദ്ദേഹം തരുന്ന പണം മോശമായ പണവും ആ പണം ഗവൺമെൻറ് അറിയാതെയും ടാക്സ് കൊടുക്കാതെയും അല്ലെങ്കിൽ ആ പണം മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ വിധ്വംസക പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനത്തിനോ കള്ളപ്പണമായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്തരത്തിലേ കേസ് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിൽ കേസ് അന്വേഷിച്ചിട്ട് കുറ്റക്കാരാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പം കുറ്റക്കാരല്ലാതെ ചുമ്മാതെ മുഖങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഈ മാതിരിയുള്ള കാര്യങ്ങൾ പിണറായിയുടെ മക്കളായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാം. SFIക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഡിയെക്കാട്ടിൽ ഈ വളരെ സുതാര്യമായിട്ട് അന്വേഷിക്കുകയും അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടന SFI എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റാൻ വരുമ്പോൾ അത് BJP ആയിട്ടുള്ള ബന്ധമാണെന്നും മാർക്സിസ്റ്റ് പാർട്ടിയും BJP കൂടെ അലിഗേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമല്ല, കരുത്തില്ലായ്മയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. സ്വന്തം പാർട്ടിക്കകത്ത് ആളില്ലാത്തതിനും കൂടെ ആളില്ലാത്തതിനും എന്തെങ്കിലുമൊക്കെ ആരോപണം പറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയമായിട്ട്. അലിഗേഷൻസ് പൊതുവേ ബേസ്ലെസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിശ്വാസമില്ലാതെ അലിഗേഷൻസ് ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാൻ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള അടിത്തറയുള്ളതായ തെളിവുകളുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം, പലതും പറയാം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് അഴിമതി നടത്തിയവരെയും നടത്താത്തവരെയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അഴിമതിയുടെ പുക മറക്കകത്ത് എല്ലാവരും എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം മാറിയിട്ടുണ്ട്. അതാണ് ആദ്യം തന്നെ തിരുത്തപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കള്ളനാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ആളുകൾക്ക് ഒരു സംശയം, ഈവൻ കള്ളനാണല്ലേ എന്നൊരു തോന്നൽ വേണമെങ്കിൽ വരാം. അങ്ങനെ വരുത്തതല്ല ശരി. അത് നമ്മൾ പണ്ട് ഗീബൽസിൻ്റെ ഒരു പണിയായിരുന്നു അല്ലേ. ഗീബൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോണ 100 ആവർത്തിക്കാൻ ശരിയായി വരും എന്ന് പറയുന്ന സിദ്ധാന്തം പറഞ്ഞാൽ അതേപോലത്തെ ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ അതിനെ വളരെ കെടുകാര്യസ്ഥയുള്ള ഒരവസ്ഥയിലേക്ക് ജീർണിച്ചൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തരും. അത് മാറണം. ശരിക്ക് കള്ളനാണെങ്കിൽ അവൻ കള്ളനാണ് എന്ന് പറയുകയും ഇന്ന രീതിയിൽ അവൻ കള്ളനായിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ പിടിക്കണം എന്നും ഇവനെ ശിക്ഷിക്കണം എന്നും ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾക്കത് സ്വീകാര്യമായ കാര്യമായിരിക്കും. ഒരു ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത ഒരു ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ് കൃത്യമായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും അല്ലെങ്കിൽ സുതാര്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ അഴിമതി കണ്ടുപിടിച്ച് വീണ്ടും മറുവശത്ത് നിന്ന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു മോശമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനമാണ് അഴിമതി എന്ന്.
കാരണം അവർ തിരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വിടുന്നതായിട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അഴിമതിക്കാരായി മാറിക്കഴിഞ്ഞാൽ അവർ ആകെ ഹതാശരായി പോകും. കാരണം വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഇവരെയൊക്കെ മന്ത്രിമാരാക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്നത്. അത് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഉപദേശം. പക്ഷേ പ്രശ്നം എന്താണ്? ജനങ്ങൾ എങ്ങനെ ഇത് തിരിച്ചറിയും? ജനങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെയാണ്. PD എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സംവിധാനം, SFIO എന്ന് പറഞ്ഞാൽ മറ്റൊരു സംവിധാനമാണ്. പക്ഷേ ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ച് റിസൾട്ട് സമൂഹത്തിന് മുന്നിൽ വരണ്ടേ? അങ്ങനെ വരുന്നില്ല. പകരം എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇടക്കിടക്ക് കൊടുക്കുന്ന ക്യാപ്സൂളുകളാണ് പുറത്തു വരുന്നത്. ആ കമന്റുകൾ മാത്രമാണ് ആളുകൾ. കാരണം നമ്മൾ ഈ പറയുമ്പോൾ എല്ലാം പറയും ഇത്രയും ആരോപണങ്ങൾ നിൽക്കും. ഒരു ഗവൺമെന്റ് 7 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലം ആവുന്നുണ്ട്. 7 കൊല്ലത്തിൻ്റെ അത് അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആരോപണങ്ങൾ. എത്രയൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ, 1600 രൂപ പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത്. ഈ പെൻഷൻ കൊണ്ടുവന്ന ഈ ഗവൺമെൻറ്റാണ് കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആണ് നടന്നു വരാൻ പറ്റും ഒരു പറഞ്ഞിരുന്നത്. അതുപോലെ ആശുപത്രികളുടെ ഒരു അവസ്ഥ നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ, അപ്പം ഗവൺമെൻറ് ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളെക്കാട്ടിൽ വൃത്തിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ പറഞ്ഞ രീതിയിൽ. അതുപോലെ സ്കൂളിൽ ഇപ്പം ഒരു സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ ഇതിനകത്തൊക്കെ 1, 2, 3, 4 മാസത്തെ ഒരു കുറവുകൾ വരുമ്പോൾ ആ കുറവുകൾ ചൂണ്ടിക്കാണും. പക്ഷേ ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന ഗവൺമെൻറ്റും ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു അതിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യ ആളാണ് പിണറായി വിജയൻ. അയാൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാനും അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഇന്നും ഒരു കാര്യം വരും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കില്ല, ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ അയാൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പണ്ട് തൊട്ടേ അങ്ങനെ അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ടും അല്ലേ നമ്മുടെ പണ്ടത്തെ ചില മുഖ്യമന്ത്രിമാരുടെ കൂട്ട് ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ തലയാട്ടിയും ഉണ്ടായിരുന്നു നിങ്ങൾ തീരുമാനിച്ചോളാനൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അല്ലെങ്കിൽ വികാരങ്ങൾ അതേപടി ഒരു സാധാരണ മനുഷ്യൻ്റെ കൂട്ട് പുറത്തു വരുന്നതുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്നതിനകത്ത് അത്രത്തോളമുള്ള കാര്യങ്ങളില്ല. പിന്നെ ഇപ്പോഴും അയാൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കറയുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ മടിയിൽ കനമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അത് പറയാൻ തൻ്റെ ഇടം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര രാഷ്ട്രീയത്തിൽ എപ്പോഴും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ധീരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഭാഷ, മറ്റുള്ളവരുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നത് വലിയ തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം പരനാറി പ്രയോഗം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അതേ സമയത്ത് തന്നെ കേരളത്തിലിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ NH66 എന്ന് പറയുന്ന ഈ സംവിധാനം വരുന്നതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് മുടക്കി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകാതെ പോയത് മറ്റു പല സംസ്ഥാനങ്ങളൊക്കെ യാഥാർത്ഥ്യമായി. നമുക്കത് നടത്താൻ പറ്റായിരുന്നത് നമുക്ക് സ്ഥലമെടുത്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ ഇതിക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരായി കഴിഞ്ഞാലും VSൻ്റെ സർക്കാരായി കഴിഞ്ഞാലും ഈ കാര്യത്തിൽ വിജയം വരിച്ച സർക്കാരല്ല. പക്ഷെ അവിടെ വിജയം വരിച്ച ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ വിജയന്റെ സർക്കാർ തന്നെ. അത് വിജയന്റെ ഒരു നേട്ടമായിട്ട് ഞാൻ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ഒരു കാര്യത്തിലും അതുപോലെ ഗെയിൽ പൈപ്പ് ഈ 2 സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കർക്കശമായിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് കാണാതിരിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ നടപടികൾ, പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശകർ പറയുന്നത് കേൾക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, അതൊക്കെ വലിയ അപകടമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അംഗീകാരം അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശികൾ പറയുന്നത് കേൾക്കാൻ നടക്കുന്ന സമയത്ത് ഈ ഉപദേശ സംഘം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ നടക്കുന്ന ആളുകൾ, അവരാണ് ഇദ്ദേഹത്തെ കൂടുതൽ അപകടത്തിലാക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സും വെച്ചിട്ട് വിലയിരുത്താൻ പാടുള്ളൂ. അത് ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പാടുള്ളൂ. നമ്മളൊന്നും അത് ചെയ്യാറില്ല. ഏതെങ്കിലും നമ്മൾ ഒരു പാർട്ട് ആയിട്ട് നിൽക്കും, ഒന്നില്ലെങ്കിൽ നമ്മൾ എതിർക്കുമ്പോൾ അയാൾ എല്ലാം ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അയാൾ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് പറയും. ഇങ്ങനത്തെ 2 സമീപനമാണ് കേരളത്തിൽ കൂടുതലായിട്ട് സ്വീകരിക്കപ്പെട്ടു വന്നിരിക്കും. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ ചെയ്യുന്നത് ശരിയായ നല്ല പ്രവർത്തനങ്ങൾ, അതിനെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ അതിനെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ തിരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക, അങ്ങനെ വിമർശിക്കുക എന്നുള്ള ആ ഒരു സമീപനം വന്നാൽ കുറേ മാറ്റം നമ്മുടെ രാഷ്ട്രീയത്തിനുണ്ടാവും. പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ആരോപണങ്ങളുടെ വലിയ ഭാണ്ഡം വന്ന് നടക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അത് ചെയ്തു കാണിക്കുകയും ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രസംഗമല്ല, അല്ലെങ്കിൽ ടെലിവിഷനിൽ ഉള്ള അവരുടെ ഷോ അല്ല, പകരം ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രവൃത്തിയാണ്
ആക്ടിവിറ്റിയാണ് എന്നുള്ളത് പ്രധാനം. നമ്മളിപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസത്തെക്കുറിച്ച് പറയുന്ന പോലെ പൊളിറ്റിക്കൽ ആക്ടിവിസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യം. അതിലേക്ക് അവർ എത്തട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു പരിധി വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ എന്ത് ചെയ്താലും മോശമാണെന്നുള്ള രീതിയിലേക്ക് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു നാടിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കുമൊക്കെ നല്ലതല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.